ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ഷൊർണൂർ നഗരത്തിലെ തെരുവ് നായ ശല്യത്തിന് പരിഹാരം കാണുന്നതിനായി തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ ഷെൽട്ടർ ഹോം സ്ഥാപിക്കാൻ നഗരസഭ കണ്ടെത്തിയ സ്ഥലത്ത് ജനകീയ പ്രതിഷേധം. ഇതോടെ പദ്ധതി പ്രാവർത്തികമാക്കാൻ കഴിയാതെ പ്രതിസന്ധിയിലായി നഗരസഭ. നഗരസഭയിലെ 26-ാം വാർഡ് മുണ്ടായിലെ ശ്മശാനത്തിലാണ് നിലവിൽ നഗരസഭ സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. 35 സെന്റ് സ്ഥലമുള്ള ശ്മശാനത്തിലെ 5 സെന്റ് സ്ഥലത്താണ് പദ്ധതി ഒരുക്കുവാൻ തീരുമാനിച്ചത്. എന്നാൽ മരണശേഷം പ്രദേശത്തെ ആളുകളുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള സ്ഥലം ഷെൽട്ടർ ഹോമിന് നൽകാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നാട്ടുകാരും രംഗത്തെത്തി. നഗരസഭയിലെ 35 വാർഡുകളിലെയും നായ്ക്കളെ ഇവിടെ എത്തിക്കാൻ കഴിയില്ലെന്നും അതിന് ജനങ്ങൾ ഉൾപ്പെടെ എതിരാണെന്നും കൗൺസിലർ നാരായണൻ പറഞ്ഞു. എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഉള്ളതല്ല ഷെൽട്ടർ ഹോമിന്റെ പ്രവർത്തനം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജനങ്ങൾ തന്നെ സഹകരിക്കണം എന്നാണ് നഗരസഭാ അധികൃതർ പറയുന്നത്. ഷെൽട്ടർ ഹോമിന് വേണ്ടി ഷൊർണൂർ പരുത്തിപ്രയിൽ നഗരസഭ ഇതിനു മുൻപ് സ്ഥലം കണ്ടെത്തിയെങ്കിലും ജനകീയ പ്രതിഷേധത്തെ തുടർന്നാണ് കഴിഞ്ഞ ഭരണസമിതി മുണ്ടായിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത്. പദ്ധതിക്കായി നഗരസഭ 10 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. പദ്ധതി അംഗീകാരത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് നഗരസഭാ ഉപാധ്യക്ഷൻ VK അനുരാജ് പറഞ്ഞു. കഴിഞ്ഞ മാസങ്ങളിൽ നിരവധി പേരെ കടിച്ച തെരുവുനായ മറ്റ് നായ്ക്കളെയും ആക്രമിച്ചിരുന്നു. നിരവധി യാത്രക്കാർ എത്തുന്ന ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും തെരുവുനായ്ക്കൾ കൈയടക്കിയ അവസ്ഥയാണ്. നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ തെരുവുനായ്ക്കളെ പിടികൂടുക, ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക, വന്ധ്യംകരണം, പ്രതിരോധ കുത്തിവയ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പിനെ ചുമതലപ്പെടുത്താനാണ് നഗരസഭാ തീരുമാനം. വർഷങ്ങളായി നഗരത്തിലെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനായി നടപ്പിലാക്കിയ ആനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതിയും കാര്യക്ഷമമാകാതെ പോയതോടെ തെരുവുനായ ശല്യത്താൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്.